ഒരാഴ്ച കൊണ്ട് തീരുമെന്ന് നാം കരുതിയ അമേരിക്കൻ യുദ്ധം, ഞാൻ മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്, ഇറാനെതിരെയുള്ള അമേരിക്കൻ യുദ്ധം ഇപ്പോൾ ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്നു. കാര്യമായ കടന്നുകയറ്റം നടത്തിയെന്ന് അമേരിക്കയും ഇസ്രയേലും അവകാശപ്പെടുമ്പോൾ തന്നെ വേണ്ടത്ര പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുവാൻ ഈ രണ്ട് രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, നാറ്റോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. മാത്രമല്ല, ട്രംപിനോട് അനുകൂല നിലപാടും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം അനിശ്ചിതമായി നീളും എന്നുള്ള ആശങ്ക എല്ലാ മേഖലയിലുമുണ്ട്. നമ്മുടെ സാധാരണക്കാരുടെ, അതായത് ഇന്ത്യയിലുള്ളവരുടെ സാധാരണക്കാരുടെ അടുക്കളയിൽ പോലും ഈ യുദ്ധം കയറി ചെന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ആശങ്ക പടർത്തുന്നതാണ് ഈ യുദ്ധം. ചെറുകിട കച്ചവടങ്ങൾ മുടങ്ങുന്നു, ഹോട്ടലുകൾ പൂട്ടുന്നു, വീടുകളിൽ ഗ്യാസിന് പഞ്ഞം നേരിടുന്നു, യാത്ര, അതായത് വിദേശയാത്രകൾ എല്ലാം സ്തംഭിച്ചിരിക്കുന്നു. അങ്ങനെ പല പല ചെറു മേഖലകളിലായിട്ട് യുദ്ധത്തിൻ്റെ വിനാശം ഇന്ത്യയും കേരളവും ജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ യുദ്ധത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന് നാം അളക്കുകയാണ്. എന്നോടൊപ്പം അന്താരാഷ്ട്ര മേഖലയിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്ന മുൻ IPS ഓഫീസർ ഗോപാലകൃഷ്ണനുണ്ട്. സാർ നമസ്കാരം. വന്ദേ മാതരം. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം വിചാരിച്ചതിലും അപ്പുറം കാര്യമായ നേട്ടം ഇറാന് മേൽ അമേരിക്ക കൈവരിച്ചിരിക്കുന്നു. മാത്രമല്ല, നേതൃത്വത്തിലുള്ള 3-4 പേരുടെ അടുത്ത കാലത്തുണ്ടായ മരണം ഇറാനെ ആശങ്കപ്പെടുത്തുകയാണ്. യുദ്ധം തീരാനുള്ള സാധ്യതകൾ വല്ലതും കാണുന്നുണ്ട്? അങ്ങ് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ യുദ്ധം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് തീരുമെന്ന്. പക്ഷേ ഇത് മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്നുള്ള ഒരു ഭീതി പടർത്തുകയാണ്. എങ്ങനെ കാണുന്നു ഈ സിനാറിയോ? ചന്തു നേരെ, ഈ യുദ്ധം ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ ജനം ചാനലിലാണെന്ന് തോന്നുന്നു 2-ാം തീയതി പറഞ്ഞിരുന്നു ഇത് 10 ദിവസത്തിനകത്ത് യുദ്ധം നിൽക്കുമെന്ന്. പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇത് ഭയങ്കര ഫ്ലൂയിഡാണ് ഈ കറണ്ട് നമ്മുടെ ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഞാനന്ന് പറയാൻ കാര്യം, അന്ന് ഈ തലക്കെട്ടുകാരായ ക്ലർജി അവരെ തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ചിലപ്പോൾ പെഷാഷ്കിയൻ, ഇപ്പോഴത്തെ ഇറാൻ പ്രസിഡൻ്റ്, അദ്ദേഹം മോഡറേറ്റാണ്, പെഷാഷ്കിയനെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കും എന്ന് ഭയങ്കര സ്ട്രോങ് സ്പെക്കുലേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഈ വാറ് 10 ദിവസത്തിനകത്ത് തീർന്നേനെ. കരഞ്ഞത് അക്സെപ്റ്റബിളാണ് ഇസ്രായേലിനും USA-ക്കും. പെഷാഷ്കിയൻ അക്സെപ്റ്റബിളാണ്, അദ്ദേഹം മോഡറേറ്റാണ്. പക്ഷേ കഷ്ടകാലം എന്ന് പറയേണ്ടു ഈ തലക്കെട്ടുകാരാണ്. മറ്റേ മുസ്തഫയാണ് വന്നത്, കൊല്ലപ്പെട്ട ഖമേനിയുടെ പുത്രനായ മുസ്തഫയാണ് വന്നത്. അപ്പം മുസ്തഫ വന്നപ്പം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും ഒറിജിനൽ ഖമേനിയേക്കാളും സ്ട്രോങ് ആയിട്ട് ഉള്ള ഒരു സ്റ്റാൻഡ് ഇറാൻ എടുത്തു. മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ കോമയിലാണ്, റഷ്യയിലാണ്. അദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്ത് റഷ്യയിൽ കോമയിൽ കിടക്കുകയാണ്. അപ്പോൾ അടുത്തത് അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. അല്ല, അദ്ദേഹം റഷ്യയിലാണ്. ഞാൻ ചില സോഴ്സ് വഴി അത് മനസ്സിലാക്കി. അവർ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കണ്ട. നമ്മുടെ അല്ല, പക്ഷേ ഈ ലാരിജാനി കൊല്ലപ്പെട്ടതും അതോടൊപ്പം തന്നെ മുസ്താഫ് കൊല്ലപ്പെട്ടതുമൊക്കെ അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഖൊമേനിയുടെ കാര്യത്തിൽ മാത്രം ഒരു അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും അടുത്ത ഹെഡായിരുന്ന സെലക്ഷനിലേക്ക് പോകേണ്ടി വരും. അത് അവർക്കിപ്പം അവിടെ ഇവരുടെ ഇടയിൽ, ഇറാൻ ലീഡേഴ്സിൻ്റെ ഇടയിൽ 2 ഗ്രൂപ്പുണ്ട്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ കോമയിലാണെന്ന് പറയാത്തത്. അത് കോമയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇനാക്റ്റീവാണ്. അപ്പോൾ പിന്നെ ഉടനെ അടുത്ത ഇലക്ഷൻ നടക്കും. അപ്പോൾ അടുത്ത ഇലക്ഷൻ ഇതുവരെ നടന്നില്ല. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് മുസ്തഫ. മകനാണ് ഇപ്പോഴും ലീഡർ. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. അപ്പോൾ ഈ ലജാനിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ലാരിജാനി എന്ന് പറയുന്ന ആള് ഈ നമ്മുടെ ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ മേധാവി. അതെ, ഈ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഖമേനിയുടെ കൊല്ലപ്പെട്ട ഖമേനിയുടെ വലം കൈയായിരുന്നു ഖാസിം സുലൈമാനി.
അദ്ദേഹം ഒരു ഭയങ്കര അദ്ദേഹവും കൊല്ലപ്പെട്ടു. അദ്ദേഹം ഒരു ഭയങ്കര ഒരു മനുഷ്യൻ, ഇറാൻ്റെ ഒരു വലിയ സ്ട്രോങ് പോയിന്റ് ആണ്. അദ്ദേഹത്തെയാണ് ബാഗ്ദാദ് എയർപോർട്ട് വെച്ച് USA പിന്നെ അദ്ദേഹം ഇങ്ങനെ ഓടി നടന്ന് ലിബിയയിൽ പോവും, അദ്ദേഹം ഹെസ്ബുള്ളയെ ഇളക്കും, പിന്നെ ഇവിടെ പോയി ഈ പ്രോക്സീസിനെ മൊത്തം അങ്ങനെ ഇളക്കുമായിരുന്നു, ഇളക്കി ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് വിടും. അപ്പോൾ അങ്ങനെ തട്ട് കളയണമെന്നുള്ളത് USA തീരുമാനിച്ച് 2020 അദ്ദേഹത്തെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് അതൊരു ഭയങ്കര ഓപ്പറേഷനായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഇപ്പോൾ പറയുന്നില്ല. അദ്ദേഹത്തെ തട്ടിക്കളഞ്ഞു. അദ്ദേഹത്തെ തട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ഖമേനി ഒരാഴ്ച അദ്ദേഹം ഭയങ്കരമായി നിരാശപ്പെടുകയും വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു. ഒരാഴ്ച ഫുഡ് കഴിച്ചില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ആ സ്ഥാനത്താണ് ഈ ലർജാനിയെ കൊണ്ടുവന്നത്. ലാരിജാനിയെ കൊണ്ടുവന്നു. ആ ലാരിജാനിയെ വീണ്ടും അവർ തട്ടുകയാണ് ചെയ്തത്. അതൊരു വലിയൊരു ആഘാതമാണ്. അല്ല, അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവരുടെ ടോപ്പ് ഓർഡറിലെ മിക്ക നേതാക്കളും മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ആക്രമണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു അനിശ്ചിതാവസ്ഥ ഇറാനിൽ ഉണ്ടാവണ്ടേ? കാരണം ഇനി ആര് ഭരിക്കും, ആരുടെ കയ്യിലായിരിക്കും ഭരണം എന്നുള്ള കാര്യം. ഈ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ കരയുദ്ധം ഇതുവരെയും ആരംഭിക്കുവാൻ US-നോ ഇസ്രായേലിനോ കഴിഞ്ഞിട്ടില്ല. അത് ഒരു പാളിച്ച തന്നെയല്ലേ ചന്തുനേരെ? അത് ഒരിക്കലും ഒരു പാളിച്ചയല്ല. ഈ ഇസ്രയേലും പിന്നെ USA-യും, അതായത് പെൻറ്റഗണും CIA-യും മൊസാദും ഇവരെല്ലാം കൂടെ ചേർന്ന് എടുക്കുന്ന ഒരു തീരുമാനം പെട്ടെന്ന് കയറി പിന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും യുദ്ധം ചെയ്യുന്ന പോലെയല്ല. അവർ ഒരുപാട് ഹോംവർക്ക് ചെയ്ത് നന്നായിട്ട് തന്നെയാണ് തുടങ്ങിയത്. പിന്നെ ട്രംപ് ഇടയ്ക്ക് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ട്രംപ് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു, പത്രലേഖകർ ചോദിച്ചോ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയെന്ന് തോന്നിയില്ല, ദുബായിലൊക്കെ എടുത്ത് മിസൈൽ ഇട്ടല്ലോ. ഉടനെ ട്രംപ് പറഞ്ഞു, അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഞങ്ങൾക്ക് പറ്റി, ഞങ്ങൾ വിചാരിച്ചില്ല. എന്തിനാ പറയുന്നത്? ഈ ഒന്നും അറിഞ്ഞൂടാ, വലിയ വിവരമൊന്നും ഇല്ലാത്ത എനിക്ക് പോലും, ഞാൻ പല ചാനലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പല ചാനലിലും ഇറാൻ മിസൈൽ എടുത്ത് ദുബായിൽ ഇടും, അബുദാബിയിൽ ഇടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ഒരു പ്ലോയിയാണ്. അത് അദ്ദേഹം പത്രലേഖകരെ കളിയാക്കി പറഞ്ഞാണ്, ഞങ്ങൾ വിചാരിച്ചില്ല അവിടെ ഇറാൻ മിസൈൽ ഇടൂല. അപ്പോൾ അത് നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് ഈ മൊസാദും ഈ പെൻറ്റഗൺ ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്നത്. നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ്. അപ്പം അതിന് നമുക്ക് വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മളിവിടെ ഇന്ത്യയിൽ പലരും അയ്യോ അതെന്താ അങ്ങനെ കയറി അങ്ങ് അടിക്കാത്തത്, അങ്ങനെ പറ്റില്ല. അത് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട്. ഇപ്പം നമ്മൾ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പിന്നെ ട്രംപിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഫേസറ്റഡ് ആയിട്ടുള്ള പരിപാടികളാണ്. അതിലെ മേജർ എന്ന് പറയുന്നത് ഈ UAE, സൗദി അറേബ്യ, സെൻട്രൽ മധ്യേഷ്യയിലുള്ള എണ്ണ കയറ്റുമതി കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് അമേരിക്ക ഒന്നും ചെയ്യേണ്ട, ഇറാൻ മിസൈൽ എടുത്തിടും, അത് കംപ്ലീറ്റ് സ്റ്റോപ്പ്. അപ്പോൾ അരാംകോ, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയാണ് സൗദി അറേബ്യയിലുണ്ടായിരുന്നത്, അതിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഇതുകൊണ്ട് ആർക്കാ ഗുണം? അമേരിക്കയ്ക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് USA ആണ്. അല്ല, അങ്ങ് പറയുന്നത് യുദ്ധം നീണ്ടു നിൽക്കുന്നതുകൊണ്ടുള്ള നേട്ടം അമേരിക്കയ്ക്കാണ്. ഒരു ദിവസത്തെ യുദ്ധത്തിൽ അവർക്ക് $750 കോടി ആണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എത്ര അത് ഇന്ത്യക്കാർ നമ്മളെപ്പോലുള്ളവർ പറയും അത് ഇത്ര കോടി രൂപ, പത്രക്കാർ നമ്മളിവിടുത്തെ മീഡിയ ഒക്കെ എഴുതി കാണിക്കുക. അമേരിക്കയ്ക്ക് അത് പീനട്സ് ആണ്. അവർ പിന്നെ 30 ട്രില്യൺ ഡോളേഴ്സിൻ്റെ GDP ഉള്ള അവർക്കത് വെറും ഇതാണ്. പിന്നെ മാത്രമല്ല, ഈ പൈസ എല്ലാം ഇപ്പം ചന്തു നായർ മെൻഷൻ ചെയ്ത കറക്റ്റാണ്. ഈ പൈസ എല്ലാം ഈ ഗൾഫ് രാഷ്ട്രങ്ങളായ ഖത്തർ, ഈ 7 രാഷ്ട്ര GCC അവർ തന്നെ കൊടുക്കും. അതല്ല, ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇനി എന്തായിരിക്കണം വേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് കൂടെ നമുക്ക് കടക്കാം. അതായത് ഇറാൻ അടിയറവ് പറയണം. അവരുടെ നേതൃനിരയിൽ എല്ലാവരും മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു, ഏകദേശം എല്ലാവരും. ഇനിയും അവർ ചെറുത്തുനിൽപ്പ് ഇവിടെ തുടരുകയാണ്. ഈ ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും ഇനി ആഗ്രഹിക്കുന്നത് എന്താണ്? ഇനി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കൊരു പ്ലാൻ ഉണ്ട്. എ പ്ലാൻ, ബി പ്ലാൻ. ഇതിലിപ്പോൾ എ പ്ലാനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. എ പ്ലാൻ ഫെയിലായാലേ ബി പ്ലാൻ. എ പ്ലാൻ എന്ന് പറയുന്നത് അവരുടെ മെയിൻ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നേതൃത്വം മാറണം, 2 പ്രോസസ്ഡ് യുറേനിയം എടുക്കണം, പിന്നെ ഇറാൻ സറണ്ടർ ചെയ്യണം. പ്രോസസ്ഡ് യുറേനിയം സമ്പുഷ്ട 60%, 420 കിലോ
സമ്പുഷ്ട പ്രോസസ്ഡ് യുറേനിയം ഉണ്ട് അത് 60%. അത് ഡർട്ടി ബോംബ് ഉണ്ടാക്കാം. 120 കിലോ 20% പ്രോസസ്സ് ചെയ്ത് അത് വേറെയുണ്ട്. അപ്പം 420 + 120 ഈ സാധനം അവർ ഡൈവേഴ്സിഫൈ ചെയ്ത് പല സ്ഥലത്തായിട്ട് കൊണ്ട് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി എത്ര ബോംബിട്ടാലും ന്യൂക്ലിയർ ബോംബ് ഒഴിച്ച് വേറെ എന്ത് ബോംബിട്ടാലും കാർപ്പറ്റ് ബോംബിങ് നടത്തിയാലും എന്ത് ബോംബിങ് നടത്തിയാലും ഇത് ഇറാൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ആരെങ്കിലും പിടിച്ചെടുക്കണം. അതിന് ഞാൻ ഐ ആം കമ്മിങ് ടു ദാറ്റ്. അതിന് ഗ്രൗണ്ട് ഫോഴ്സ് ഇറങ്ങിയാലേ പറ്റുള്ളൂ. അതിന് ഒരു സംശയം വേണ്ട. അപ്പോൾ ഈ അമേരിക്കയ്ക്ക് ഇസ്രായേലിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല. അവർ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അതിലേക്ക് വരികയാണ്. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ കാർഗ് ഐലൻഡ് പിടിച്ചു. കാർഗ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ 26 കിലോമീറ്റർ ഇറാൻ്റെ നിന്ന് മാറിയുള്ള ഒരു ഐലൻഡാണ്. മൂസ ഐലൻഡും പിന്നെ ഈ കാർഗ് ഐലൻഡും അവർ ഇപ്പം നശിപ്പിച്ചു. ഓയിൽ ഇൻസ്റ്റാളേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് അവരുടെ ഓരോ സ്റ്റേജാണ്. അവിടുന്ന് പ്രധാനമായി കടക്കുന്ന പാതകളെല്ലാം അടച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് കാർഗിലിൽ നിന്നും ഇനി മൂവ്മെന്റ് ഉണ്ടാവില്ല. എണ്ണ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അമേരിക്ക അടച്ചിരിക്കുന്നു. അതെ, USA അടയ്ക്കുമല്ലോ, അതാണല്ലോ അവരുടെ ലക്ഷ്യം. എന്നിട്ട് അടച്ചിട്ട് അടുത്ത സ്റ്റേജ് ഓരോരോ സ്റ്റേജാണ്. ആദ്യം കാർഗ് ഐലൻഡ് പിടിച്ചു. അതിന് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ US വെയിറ്റ് ചെയ്യുന്നത് ഈ കംപ്ലീറ്റ് ഒരു തുള്ളി എണ്ണ മധ്യേഷ്യയിൽ നിന്ന് GCC കൺട്രിയിൽ നിന്ന് ഖത്തർ, സൗദി, ദുബായ്, അബുദാബിയിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പുറത്തു പോകരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻകം കിട്ടരുത്. അതാണ് ആദ്യത്തെ ലക്ഷ്യം. 2 കാർഗ് ഐലൻഡ് പിടിക്കും. 3 അവർ ശ്രമിക്കുന്നത് ഈ വാറിന് യുണൈറ്റഡ് നേഷൻസ് എൻഡോഴ്സ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ചെറിയ ട്രംപിനതൊന്നും പ്രശ്നമില്ല. അപ്പം ആ ഒരു ലക്ഷ്യം അങ്ങനെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ട്രംപ് പ്ലാൻ ചെയ്യുന്നത് ഈ ഗ്രൗണ്ട് ഫോഴ്സ് നേരിട്ട് ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറയും ഇറക്കാതെ ഈ മൾട്ടി നാഷണൽ ഫോഴ്സ് യുണൈറ്റഡ് നേഷൻ ഇപ്പം അവർ സെക്യൂരിറ്റി കൗൺസിൽ കൂടിയിട്ടുണ്ട്. സെക്യൂരിറ്റി കൗൺസിൽ കൂടി ഇറാനെയാണ് അപലപിച്ച്, ഇസ്രായേലിനെ യുണൈറ്റഡ് നേഷൻസ് അപലപിച്ചിട്ടില്ല. എന്നിട്ട് ട്രംപും ഇസ്രായേലിനും ശ്രമിക്കുകയാണ് മൾട്ടി നാഷണൽ ഫോഴ്സ് ഉണ്ടാക്കി അവിടെ അതിനാണ് ചന്തുനായർ ഓർക്കുന്നുണ്ടായിരിക്കും ഈ എല്ലാവരും വന്ന് ഞങ്ങളെ സഹായിക്കണം. ഈ ഹോർമിസ് സ്ട്രൈറ്റ് നാറ്റോക്കാരെയൊക്കെ വിളിച്ച് അവർ വന്നില്ല. അതിനൊക്കെ ഡെഫിനറ്റ് റീസൺസ് ഉണ്ട്. ആര് വന്നില്ലെങ്കിലും ഇവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും അതിന് മുന്നേ അവർ നോക്കുന്നത് മൾട്ടി നാഷണൽ ഫോഴ്സിൻ്റെ ഇത് ഇറക്കുന്നത് ചുമ്മാ അങ്ങ് കാർഗ് ഐലൻഡ് വഴി ഇറക്കുന്നത് ഉദാഹരണം നമ്മുടെ അസർബൈജാനും ഇറാനും തമ്മിൽ ഉടക്കാണ്. അത് വംശീയമാണ്. അസർബൈജാൻ എന്ന് പറയുന്നത് ടർക്കിഷ് വംശജരും ഇറാൻ എന്ന് പറയുന്നത് പെർഷ്യൻ വംശജരാണ്. അപ്പോൾ അവർ തമ്മിൽ ശത്രുക്കൾ, അഡ്വേഴ്സറീസാണ്. അസർബൈജാൻ വഴി പിന്നെ 6 എത്നിസിറ്റീസ് ഉണ്ട് നമ്മുടെ ഇറാനകത്ത്. അതിലെ മേജർ എന്ന് പറഞ്ഞാൽ ബലൂച്ചി, അസേറീസ് എന്ന് പറഞ്ഞാൽ അസർബൈജാൻ്റെയാണ്. പിന്നെ കുർദ് ഇത് 3, പിന്നെ ഇനി 3 എണ്ണം കൂടെ ഉണ്ട്. അറബ്സ് ഉണ്ട് അതിനകത്ത് 4, പേർഷ്യൻസ് 5, പിന്നെ ഒരാളും കൂടെ ഉണ്ട്. അപ്പം ഇവർ ഈ കർദും ഈ അസേറീസിനെയും ബലൂജീസിനെയും ഇവർ USA ഇറങ്ങി ഈ റിപ്പബ്ലിക്കൻ ഗാർഡ്സിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവർ ശ്രമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ആണെങ്കിലും അത് വരും. അവർ വഴി ഗ്രൗണ്ട് ഫോഴ്സ് ആദ്യം ഇറങ്ങും. അതിനെ USA ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്ന് സിസ്റ്റാൻ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു ഇറാൻ്റെ പ്രോവിൻസ് ഉണ്ട്. പാകിസ്ഥാൻ ആർമിയെ കൊണ്ട് USA, സൗദി അറേബ്യയും ഈ ഗ്രൗണ്ട് ഫോഴ്സിന് ആദ്യം ഇവരെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കുക. എന്നിട്ട് മൾട്ടിനാഷണൽ ഫോഴ്സോ അല്ലെങ്കിൽ USA ഫോഴ്സോ ഗ്രൗണ്ട് ഫോഴ്സ് ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇറാനിൽ കയറുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഒരു പരിപാടി നടക്കില്ല. ഒരു സുപ്രധാന ചോദ്യം ചോദിക്കട്ടെ. ഇപ്പം അതായത് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടെന്നാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ കുറ്റപ്പെടുത്തുന്നതും അവകാശപ്പെടുന്നതും. അത് എന്താണ്, ഒരു ആയുധം ഉണ്ടെങ്കിൽ അത് അവസാന ഘട്ടത്തിലെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയാണല്ലോ ആയുധം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ഇറാൻ ഒരു രക്ഷയുമില്ല എന്നുള്ള സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഈ ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കാനുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ട് അങ്ങയുടെ വിലയിരുത്തലാണ്? ഇല്ലെങ്കിൽ അത് അവർക്ക് ന്യൂക്ലിയർ ആയുധം ഇല്ല എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാം. ഉണ്ടെങ്കിൽ അവർ പ്രയോഗിക്കാനുള്ള സാധ്യതകളുണ്ടോ? പ്രയോഗിക്കുന്നെങ്കിൽ
എന്തായാലും അമേരിക്കയിൽ കൊണ്ടുപോയി ഇടാൻ പറ്റുന്ന സാധ്യത കുറവാണ്. സാധ്യത ഇസ്രായേലിലായിരിക്കും. പറ്റില്ല. പറ്റില്ല. ഇസ്രായേൽ എവിടെയായിരിക്കും അവർ ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ചന്തു നായരുടെ ചോദ്യം വളരെ റിലവൻ്റ് ആണ്. ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള മീഡിയയും ഇന്ത്യയിലുള്ളവർക്കും എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രിക്കും നമ്മുടെ വിദേശകാര്യ വകുപ്പിനും ഇതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല. ഞാൻ പറയാൻ പോകുന്നത് അവർക്കും അറിയാം. വേറൊരു കാര്യം ചന്തു നേരം ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, ഞാൻ ട്രംപിൻ്റെയോ ഇറാൻ്റെയോ ആളല്ല. എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം. ട്രംപ് നമ്മുടെ ഫ്രണ്ടല്ല, ഇറാൻ നമ്മുടെ എനിമിയല്ല. നമ്മൾ അങ്ങനെ കണ്ടാൽ മതി. നമ്മുടെ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ് മാത്രം. അല്ല, ഈ ന്യൂക്ലിയർ ആയുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ലോകത്തെമ്പാടുമുള്ളവർക്ക് ഞാൻ പറയട്ടെ, പ്രതിഫലനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ. അപ്പൊ അതുകൊണ്ട് അല്ല, ഞാൻ ഈ പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്നിരിക്കില്ല. അതുകൊണ്ടാണ് ഞാനൊരു പ്രില്യൂഡ് പറഞ്ഞത്. അപ്പോൾ ഈ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ സ്ട്രിക്റ്റായിട്ട് ഫാക്ട്സ് ആണ് ഞാൻ പറയുന്നത്. ഇന്നലെ തുളസി ഗബാർഡ് അവരുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അതിൻ്റെ ഡയറക്ടർ തുളസി ഗബാർഡ് തുളസി എന്നുള്ളതിനാണ് തുളസി എന്നാക്കിയത്. അവർ ഇന്നലെ ഒരു പത്രസമ്മേളനം രാത്രി നടത്തിയിട്ടുണ്ട്. അവരതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാന പറയുന്നത് ഇറാന് അവർ റിസർച്ച് നടത്തുന്നു, ICBMന് റിസർച്ച് നടത്തുന്നു എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് എത്തത്തക്ക അമേരിക്കയിലെ മെയിൻലാൻഡ് ഹോംലാൻഡ് എന്നാണ് അവർ പറഞ്ഞത്. ഹോംലാൻഡിൽ എത്തത്തക്ക വിധത്തിൽ ഗവേഷണങ്ങൾ നടത്തുന്നു എന്നാണ്. അതിൻ്റെ കൂട്ടത്തിൽ പാകിസ്ഥാനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് എപ്പിസോഡായിട്ട് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ഈ ചന്തു ചോദിച്ച പെർട്ടിനന്റ് ക്വസ്റ്റ്യൻ, അതായത് ഈ ന്യൂക്ലിയർ വെപ്പൺ എടുത്ത് ഇറാൻ അറ്റ കൈക്ക് ഇടുമോ എന്നുള്ളതാണ്. തുളസി പറഞ്ഞിട്ടുണ്ട് ഇറാന് ഇല്ല, ന്യൂക്ലിയർ ബോംബില്ല. പക്ഷേ ഇറാന് നമുക്കറിയാം, നമ്മുടെ യുദ്ധകാര്യ വിദഗ്ധർക്കും അറിയാം, ഇറാനും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺ ഇല്ല എന്ന്. പക്ഷെ അത് നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ല. അവർക്ക് 60% പ്രോസസ്ഡ് യുറേനിയം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അവർക്കൊരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണമെങ്കിൽ 90% ഇതിലെത്തണം. ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ 2 ആഴ്ച എടുത്തില്ലേ, ഈ 20 ദിവസം ആയല്ലോ യുദ്ധത്തിന്. അപ്പോൾ ആ പീരീഡ്, അത്രയും ഒരു പീരീഡ് കിട്ടിയാൽ വേണമെങ്കിൽ അവർക്കത് 90% ആക്കാം. പക്ഷെ അത് ആക്കാതിരിക്കാൻ അവർ ഓൾറെഡി ഇസ്രായേലും USA ബോംബ് ചെയ്ത് തകർത്തിട്ടുണ്ട്. പക്ഷെ ആ പ്രോസസ്ഡ് യുറേനിയം മാത്രം കിട്ടിയിട്ടില്ല. ആ പ്രോസസ്ഡ് യുറേനിയം 60% യുറേനിയം, 120 മറ്റതും അത് എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നത്, അതെടുക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ന്യൂക്ലിയർ ഭീഷണി ഇല്ല. അല്ലെ, ന്യൂക്ലിയർ ഭീഷണി ഇല്ല എന്ന് മാത്രമല്ല, എന്തുകൊണ്ടെന്നുള്ളതും കൂടെ പറയണ്ടേ. ന്യൂക്ലിയർ ഭീഷണി ഇല്ലാത്ത ഒന്നാമത് USA എത്തുന്ന ഡിസ്റ്റൻസ് ഉള്ള പവർഫുൾ ആയിട്ടുള്ള അതുണ്ട്. 2500 സജിൽ എന്ന് പറഞ്ഞൊരു മിസൈൽ ഉണ്ട്, അത് എത്തും, ഇസ്രായേലിലെത്തും. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ബോംബില്ല, അതിന് ഒരു സംശയവും വേണ്ട. മാർക്ക് മൈ വേർഡ്സ് ചന്തു നായരെ, അവർക്കില്ല, ന്യൂക്ലിയർ ബോംബില്ല. പിന്നെ അഥവാ 1% ചാൻസിൽ ന്യൂക്ലിയർ ബോംബ് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു മണ്ടത്തരം ഇറാൻ ചെയ്യുമോ? ഇറാനിലെ ഈ റിപ്പബ്ലിക്കൻ ഗാർഡ്സും മറ്റേ തലക്കെട്ടുകാരും എല്ലാം കൂടെ ഒരു 25% 30% വരുള്ളൂ. വേറെ അവിടെ ഒരുപാട് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജനങ്ങളും എല്ലാം ഉണ്ട്. അവർ റോഡിലോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പം ആ ജനങ്ങളെ കഷ്ടത്തിലാക്കുന്ന അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ 120 മറ്റേ ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ട്. 3 ബോംബ് ഇട്ടാൽ പോയില്ലേ ഇറാൻ? അങ്ങനെ ഇറാൻ സ്വയം ആത്മഹത്യ ചെയ്യോ? ഒരിക്കലും ഇല്ല. അപ്പം ഒന്ന്, ന്യൂക്ലിയർ ബോംബ് അവർക്കില്ല, ഉണ്ടെങ്കിൽ അവരത് പ്രയോഗിക്കില്ല. അതിന് മുന്നേ ഇപ്പോൾ പ്രയോഗിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോഗിക്കില്ല, ഇല്ല എന്നുള്ളതിന് തുല്യമല്ല. അല്ല, ഉണ്ടായിട്ട് കാര്യമില്ലോ. എന്തിനാണ് ഇത്രയും ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ട്, അല്ല ഐ മീൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന് ഒരുപാട് പണം ചെലവുണ്ട്. അല്ലല്ല, ഇറാന്റെ പണം ഉണ്ടെന്നല്ല. അപ്പൊ അത്രയും ചെയ്തിട്ട് എന്തിനാണ് അവർ ചെയ്യുന്നത്? പിന്നെ അത് അവർ ചെയ്യില്ല. പക്ഷെ തലക്കെട്ടുകാർ കണ്ടിന്യൂ ചെയ്ത, ഈ ക്ലർജി കണ്ടിന്യൂ ചെയ്ത, അവരെന്ത് പോക്കൃത്തനവും എന്ത് മണ്ടത്തരവും ചെയ്യും. അവരിപ്പോൾ ചെയ്തതെല്ലാം മണ്ടത്തരമാണ്. ഇസ്രായേലിനെയും USA ആക്രമിച്ചോളൂ. എന്തിനാണ് ഈ ഗൾഫ് നേഷൻസിനെ ഈ തലക്കെട്ടുകാരുടെ ഈ കോമയിൽ കിടക്കുന്നില്ലേ റഷ്യയിൽ, അദ്ദേഹത്തിന്റെ മൊത്തം ഡെപ്പോസിറ്റ് ദുബായിലാണ്.
ദുബായ് ഈസ് എ ടാക്സ് ഹെവൻ. അപ്പം അവിടെ പിന്നെ റിപ്പബ്ലിക്കൻ ഗാർഡ് കമാൻഡർമാരുടെ എല്ലാം ദുബായിലാണ്. അത് എന്തിനാണ് ദുബായ് ആക്രമിച്ചത്? പോട്ടെ, ടർക്കി ആക്രമിച്ചു, മണ്ടത്തരമല്ലേ, ശുദ്ധ മണ്ടത്തരമല്ലേ. അത് കഴിഞ്ഞിട്ട് അസർബൈജാനെ ആക്രമിച്ചു. എന്തിനാണ് സൈപ്രസിനെ ആക്രമിച്ചത്? അല്ല, ജസ്റ്റ് ഇമാജിൻ. അല്ല, അതെല്ലാം ഈ അവരുടെ യുഎസിന്റെ മണ്ടത്തരം. അല്ലല്ല, സ്റ്റേഷൻസ് ഉണ്ടെന്നുള്ള ഒരു മിലിറ്ററി ബേസുകൾ ഉണ്ടെന്നുള്ള ഒരു ഇല്ല. യുകെയുടെയാണ്, യുഎസ്എയുടെ ബേസ് ഇല്ല അവിടെ. പക്ഷേ ഈ GCC കൺട്രീസ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിലനിൽക്കുന്നത്. നമ്മൾ വിചാരിച്ചിരുന്നു ഒരു പേർഷ്യൻ രാജ്യത്തിനെതിരെ ഒരു അമേരിക്കൻ അധിനിവേശം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനെ എതിർത്തില്ലെങ്കിലും അനുകൂലിക്കാതെ നിൽക്കുമെന്നാണ് GCC രാഷ്ട്രങ്ങളോട് നമ്മൾ കരുതിയത്. പക്ഷേ മാത്രമല്ല, ഇപ്പോൾ ബഹ്റിനിലായിരുന്നാലും ശരി, ഇവിടെ ഖത്തറിലായാലും ദുബായിലായാലും ആക്രമണങ്ങൾ ഇറാൻ്റെ പേരിൽ ഉണ്ടാകുകയും ചെയ്യുന്നു. അത് ഒരു പക്ഷേ ഈ മേഖലയിലെ ഒരു അരക്ഷിതാവസ്ഥ കൂട്ടുകയല്ലേ ചെയ്യുന്നത്? അരക്ഷിതാവസ്ഥ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ല, അരക്ഷിതാവസ്ഥ ഉണ്ട്. പക്ഷേ ചന്തു നായർ ഒരു കാര്യം ഓർക്കണം. ഈ മാർച്ച് 1 തീയതിയല്ലേ യുദ്ധം തുടങ്ങിയത്. മാർച്ച് 1 തീയതിക്ക് മുമ്പ് ഈ ഖത്തർ, ഈവൻ UAE, സൗദി പറഞ്ഞു ഇറാനെ ആക്രമിക്കരുതെന്ന് ഒരു 10 ദിവസം മുമ്പ്. ഇവരെല്ലാം ഇറാനുമായിട്ട് ശത്രുക്കളല്ലെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ എന്തിനിത് ചെയ്തു എന്നല്ലേ ചോദിച്ചത്. എന്തിനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയും, ഈ ഇഡിയോട്ടിക് ആക്ഷനാണ് ഈ ക്ലർജിയുടെ, ഈ തലക്കെട്ടുകാരുടെ, ഈ ഗൾഫ് കൺട്രീസിനെ. ഇവരെ ഒരു ഫ്രണ്ട്ലി നേഷൻസ് ആയിരുന്നു. അവരെ ഇപ്പം എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ, ഈ വാർ നിന്ന് കഴിഞ്ഞാൽ, അഗെയിൻ ഐ ടെൽ യു ചന്തു നേരെ, മാർക്ക് മൈ വേർഡ്സ്, നമുക്ക് കാണാം ഇന്നേക്ക് 6 മാസത്തിനകത്ത് ഇസ്രായേലുമായിട്ട് അവർ വളരെ ക്ലോസ് ആവും. ഓൾ GCC കൺട്രീസ്. നേരത്തെ സൗദി ഒപ്പിട്ടില്ലായിരുന്നു, അബ്രഹാം കരാർ ഒപ്പിട്ടില്ലായിരുന്നു. പക്ഷെ ഇവരെല്ലാം കാരണം ഇറാൻ അവരെ ആക്രമിച്ചു. എന്തിനാണ് ഞങ്ങളെ ആക്രമിച്ചത്? നിങ്ങൾ ഡെപ്പോസിറ്റ് GCC കൺട്രീസ് ആക്രമിച്ചു. അല്ല, GCC കൺട്രീസ് ഇസ്രായേലുമായിട്ട് എങ്ങനെ നല്ല ടേംസിൽ വരും? കാരണം അവർക്ക് പലസ്തീന് എതിരാണ്. അത് അല്ല, പാലസ്തീനെ പറ്റി ഇപ്പൊ ആര് പറയുന്നു? അതല്ല, ഈ എബ്രഹാം കരാർ. പക്ഷേ ഈ കൺട്രീസ് എല്ലാം പാലസ്തീനൊപ്പമാണ് നിൽക്കുന്നത്, അറിയാലോ. പാലസ്തീനൊപ്പം നിന്നിട്ട് കാര്യമില്ല. UAE ഇസ്രായേലുമായിട്ട് ചേർന്ന് എബ്രഹാം കരാർ ഒപ്പിട്ടു. സൗദി കരാർ ഒപ്പിടാൻ നിന്നപ്പോഴാണ്, സൗദിയും കൂടെ ഒപ്പിടാൻ നിന്ന എബ്രഹാം കരാർ. ആ എബ്രഹാം കരാർ ഒപ്പിടാൻ നിന്ന ദിവസമാണ് ഒക്ടോബർ 7 ഇറാൻ അവിടെ പണിഞ്ഞത്. കാരണം ഇറാനിത് ഇഷ്ടമല്ല, മറ്റേ നമ്മുടെ അവിടെ കയറിയത് ടെററിസ്റ്റ്, ഹമാസിന്റെ ടെററിസ്റ്റ് ഇസ്രായേലിൽ കയറിയത്. അല്ലെങ്കിൽ സൗദി ഒപ്പിട്ടേനെ. ഇപ്പം ഇറാനെ ഒട്ടും വിശ്വാസമില്ല. ഇനി അതാ പെഷാഷ്കൻ വന്നാലും ആര് വന്നാലും ഇതൊരു വലിയ ശല്യമായി മാറിയിരിക്കുകയാണ്. അവർ ഇസ്രായേലുമായിട്ട് അടുക്കുകയാണ്. ഓൾറെഡി ഇന്ത്യയാണ് ഇതിലെ ബ്രോക്കർ തോന്നുന്നു. ഇന്ത്യ, UAE, ഇസ്രായേൽ, സൗദി, ഇത്രയും പേര് ചേർന്ന ഐമക്, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്യൻ എക്കണോമിക് കോറിഡോർ വരെയാണ്. അപ്പം ഈ ഹോർമിസ് ബൈപ്പാസ് ചെയ്യാം. അത് ഉടനെ വരും. അതിന്റെ പണികൾ നേരത്തെ തുടങ്ങി. ഇനിയിപ്പം ഇറാന് ഒരു ചാൻസ് കൊടുത്തില്ല. അതുകൊണ്ട് ഈ യുദ്ധം കൊണ്ട് ഇറാൻ ചെയ്ത മണ്ടത്തരം മര്യാദയ്ക്ക് നിന്ന GCC കൺട്രീസിനെ പുഷ് ചെയ്ത് മറ്റൊരു ഇസ്രായേലിന്റെ കൂടെ ആക്കി. ഞാനൊരു പ്രധാന ചോദ്യം ചോദിക്കുന്നത്, അതായത് സാധാരണക്കാർക്കുള്ള സംശയം കൂടിയാണ്. ഈ ഹോർമീസ് കടലിടുക്കിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ എല്ലാവരും സംസാരിച്ചിരുന്നത്. അതാണ് ഇന്ത്യയുടെ ഈ യുദ്ധഭീഷണി കൊണ്ടുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന പ്രതിഫലനങ്ങൾ ആ ഹോർമീസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭാഗികമായി തുറന്നിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഞാൻ ചോദിക്കുന്നത്, അതിൻ്റെ ഒരു സൈഡിൽ ഒമാൻ, കുവൈറ്റ്, ബഹ്റിൻ അങ്ങനെ രാഷ്ട്രങ്ങളാണുള്ളത്. അതിൻ്റെ എതിർ സൈഡിലാണ് ഈ ഇറാൻ്റെ പരിധിയിലും അവരുടെ നിയന്ത്രണത്തിലുള്ളത്. എന്തുകൊണ്ട് ഈ രാജ്യങ്ങൾ, ഈ GCC രാഷ്ട്രങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഹോർമിസിലൂടെ ഗതാഗതം സുഗമമാക്കാൻ പറ്റുകയില്ലേ എന്നുള്ളൊരു ചോദ്യം. അത് ശരിയാണ്. ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ടാവുന്നൊരു സംശയമാണ് ചന്തു നേരെ ഇപ്പോൾ ചോദിച്ചത്. ഈ ഗൾഫ് GCC കൺട്രീസിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് സൗദിയാണ്. ഈ സൗദിയും UAEയും ഒമാനും ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരു കരയിലാണ് ഈ സൗദി, ബഹ്റൈൻ, കുവൈറ്റ് എല്ലാം ഉള്ളത്. ഒരു സൈഡിലാണ് ഇറാൻ ഉള്ളത്. അപ്പൊ ഇവര് ഈ രാഷ്ട്രങ്ങൾ GCC കൺട്രീസ് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കടലെടുക്ക് സുഗമമാക്കാൻ പറ്റില്ലേ? നോ, ഐ ബെഗ് ടു ഡിഫർ വിത്ത് യു. ഐ വിൽ കറക്റ്റ് യു. ഈ ഹോർമിസിന്റെ നോർത്തേൺ സൈഡിലാണ് ഇറാൻ.
അതെ, അതിന്റെ സദേൺ സൈഡിലാണ് ഒമാൻ. ഒമാൻ. UAE ഒന്നും അതിന്റെ ഏരിയയിലെങ്ങും ഇല്ല. UAEയുടെ കപ്പൽ ഇതുവഴി പോകുന്നേ ഉള്ളൂ. എനിവേ, ഞാൻ പറയില്ല, സൗദി ഉണ്ട്. സൗദിയാണ് ഇതിനകത്തുള്ള പവർഫുൾ. അതായത് സൗദിയും ഈ GCC കൺട്രീസും തലകുത്തി നിന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇറാനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറാനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇവരുടെ സ്ട്രെങ്ത്. ഇപ്പോൾ ബെസ്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ USA ഈ വാറിൽ നിന്ന് വിഡ്രോ ചെയ്തെന്ന് വെച്ചോളൂ. വിഡ്രോ ചെയ്താൽ തീർന്ന് ഇറാൻ ഇവരെ പിടിച്ചടക്കും. ഇവർക്ക് പ്രതിരോധിക്കാനില്ല. എന്തോന്നിരിക്കണം അവരുടെ പ്രതിരോധിക്കാൻ? കുറേ താഡ് മിസൈലും കുറേ പ്ലെയിനും വാങ്ങിച്ചു വെച്ചാൽ അത് പറപ്പിക്കണ്ടേ? അതിനുള്ള നോഹ ഉണ്ട്. ഇറാനിയൻസ് നല്ല തലയുള്ളവരാണ്. ഈ ഇസ്രായേലിന്റെ കൂടെ അവര് ഒന്നുമില്ലെങ്കിലും അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നില്ലേ? അല്ല, അപ്പം അവർക്ക് നിയന്ത്രണം അവരുടെ കയ്യിലാണ് കൂടുതൽ. ഒന്നും ചെയ്യാൻ പറ്റില്ല. അതല്ല, ഈ ഹോർമിസ് കടലെടുക്കിന്റെ നിയന്ത്രണം കൂടുതലുള്ളത് ഇറാനാണോ? അതിപ്പോൾ ഈ ടോട്ടൽ അത് പിന്നെ ഒരു 33 കിലോമീറ്ററാണ്. റഫ്ലി 31 കിലോമീറ്ററാണ്. അതിൻ്റെ ഹാഫാണ്. ഹാഫ് ഇവരുടെ കയ്യിൽ, ഹാഫ് ഡീപ്പായിട്ടുള്ള ഷാലോ വാട്ടറാണ് നമ്മുടെ ഇവർക്കുള്ളത്, ഒമാനുള്ളത്. ഈ ഡീപ്പായിട്ടുള്ള വാട്ടർ ഇറാൻ്റെ കയ്യിലാണ്. അപ്പം പകുതി ഒരു 15-16 വിചാരിച്ചാൽ മതി, അത് ഇറാൻ്റെ കയ്യിലാണ്. പക്ഷേ എഗെയിൻ ഐ ടെൽ യു, മാർക്ക് മൈ വേർഡ്സ്, ഇത് അമേരിക്കയുടെ, ഇസ്രായേലിൻ്റെയും പിന്നെ ചിലപ്പോൾ മൾട്ടിനാഷണൽ ഫോഴ്സ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇവരെല്ലാം താമസിയാതെ ഇല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലും മാത്രം ചെയ്യും. ഇവർ ഇതിനകത്ത് കയറും, ഈ ഹോർമിസ് ഇതിൽ കയറി. ഈ 2 ദിവസമായിട്ട് ഈ അമേരിക്കയുടെ മൈൻ സൂപ്പേഴ്സ് വന്ന് ഒരുപാട് മൈൻ ഇറാൻ ഇട്ടിരുന്നു. ഇപ്പം ഈ പറഞ്ഞ ഈ നമ്മുടെ ഹോർമിസിൽ. അപ്പം അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കയറും, ഹോർമിസിൽ കയറും, ഇവർ പിടിച്ചെടുക്കും. പക്ഷേ ചന്ദൻ നായർ ചോദിച്ചതുപോലെ സൗദിയുടെ ഈ ട്രംപ് അങ്ങനെ ചെയ്യുള്ളൂ. സൗദിയുടെ ഒരു 4 ഷിപ്പ്, പിന്നെ UAEയുടെ ഒരു 3 ഷിപ്പ്, അവരെ കൂടെ ചേർത്ത് ചെയ്യുള്ളൂ. കാരണം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പഴി വരും. അല്ല, ഈ ഇന്ത്യയുടെ കപ്പലുകൾ കടത്തിവിടുന്നുണ്ടെന്ന്. പക്ഷേ ഒരു ആരോപണമുള്ളത്, ഇന്ത്യ $100 മില്യൺ അവർ ഇറാൻ ആവശ്യപ്പെട്ടു ഒരു കപ്പൽ കടത്തിവിടുന്നതിന്. അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഈ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചൈനയുടെയും ഇറാൻ്റെയും ഒരുപാട് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും ഒരുപാട് സംഗതികളും വരുന്നുണ്ട്. ജെറാൾ ഫോർഡ് ആക്രമിച്ചു. ഈ ജെറാൾ ഫോർഡ് 1200 കിലോമീറ്റർ ദൂരെ കൊണ്ടിട്ടിരിക്കുകയാണ് ഇറാൻ്റെ മിസൈല് കൊള്ളാതിരിക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ എങ്ങനെ ജെറാൾ ഫോർഡിനെ ആക്രമിക്കും? അപ്പോൾ അതേപോലെ ഉള്ള ഒരു ആരോപണമാണ് ഇന്ത്യ അത് കൊടുത്തെന്ന്. ഇന്ത്യക്ക് അത് കൊടുക്കേണ്ട കാര്യമില്ല. ഇന്ത്യ ചെയ്തതെന്ന് പറഞ്ഞാൽ, ചന്ദു നായർക്ക് ഒരു കാര്യം അറിയാമോ? 5 ഇറാനിയൻ ഷിപ്പ് നമ്മുടെ കസ്റ്റഡിയിലാണ്, അറിയാമോ? 5. ഏതൊക്കെയെന്ന് മനസ്സിലായോ? 3 കാർഗോ ഷിപ്പ്. അതൊന്നും നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ? ഇന്ത്യൻ മഹാസമുദ്രത്തിലല്ല. നമ്മള് ഇന്ത്യൻ വാട്ടേഴ്സിൽ നിന്ന് 3 കാർഗോ ഷിപ്പ് സീസ് ചെയ്തു ഇറാന്റെ ഫെബ്രുവരിയിൽ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്. എന്നിട്ട് എവിടെ ഇട്ടിരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അല്ല, സീസ് ചെയ്യേണ്ട കാര്യം കഴിഞ്ഞാൽ അവര് ഈ ഷാഡോ ഫ്ലീറ്റ് വഴി എന്തോ എണ്ണ കടത്തിയെന്നോ അങ്ങനെ എന്തോ റീസണാണ്. എക്സാക്ട് എനിക്ക് അറിഞ്ഞൂടാ. അതിൽ ഒരു അലിഗേഷൻ ഇതാണ്. നമ്മളെല്ലാം അഭയം കൊടുക്കുന്നത്. ഈവൻ കൊച്ചിയിൽ വന്ന കപ്പലിന് വരെ നമ്മൾ അഭയം കൊടുത്തു. 5 കപ്പല്, ഇറാനിയൻ കപ്പല് നമ്മുടെ കസ്റ്റഡിയിലാണ്. 3 കാർഗോ ഷിപ്പ് നമ്മൾ ഫെബ്രുവരി പിടിച്ചാണ്. ഇനിയുള്ളത് ശ്രീലങ്കൻ ഹാർബറിൽ, കൊളംബോയിൽ ഒരു ഷിപ്പ്. അത് നമുക്കെല്ലാവർക്കും അറിയാമോ? അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കണ ആരാ? ശ്രീലങ്കയ്ക്ക് നേവി ഉണ്ടോ? USA ടോർപെഡോ വെച്ച് അടിച്ചോളയും, അല്ലെങ്കിൽ മിസൈൽ വെച്ച് അടിച്ചോളയും. ഇന്ത്യൻ നേവിയാണ് അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കണേ. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ഷിപ്പുണ്ട് കൊച്ചിയിൽ, ഇപ്പൊ ചന്ദൻ നായർ പറഞ്ഞ പോലെ. അങ്ങനെ 5 കാർഗോ ഷിപ്പ് നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ഇറാൻ്റെ അടുത്ത്, ഇറാൻ എന്തിനാണ് നമ്മൾ $1 മില്യൺ കൊടുക്കുന്നത്? 2 ഈ ഇറാൻ, ഞാൻ ട്രംപിന്റെ ആരാധകനല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇറാന്റെ ആരാധനമല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇറാൻ 2013 നമ്മുടെ ഒരു കാർഗോ ഷിപ്പിനെ പിടിച്ച് അവിടെ ഇട്ടിട്ട്, എന്തോ കാരണം പറഞ്ഞ് അവിടെ ഇട്ടിട്ട്, എന്തോ നമ്മൾ വയലേറ്റ് എന്ന് പറഞ്ഞിട്ട് $1 മില്യൺ ചോദിച്ചു. കുറേ ദിവസം അവിടെ ഇട്ടിരുന്നു. ഇതൊക്കെ ഇവിടെയുള്ള ആളുകളെല്ലാം മറന്നുപോയി. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്ത് നമ്മൾ ഇന്റർനാഷണൽ കോർട്ടിൽ എവിടെ പോയി നമ്മൾ കേസ് ഫയൽ ചെയ്ത് അങ്ങനെയാണ് ആ ഷിപ്പിനെ റിലീസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഇറാന് ഭയങ്കര അഹങ്കാരമായിരുന്നു 2013. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പൈസയും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ മൂന്നാമത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ വാർഷിപ്പ് ദക്വാം എന്ന് പറഞ്ഞ ഒരു പോർട്ടുണ്ട് ഒമാനിൽ. അതിൻ്റെ മൗത്തിലാണ് ഈ ഇവരുടെ നമ്മളിപ്പോൾ പറഞ്ഞ ഹോർമിസ് സ്ട്രൈറ്റിൻ്റെ മൗത്തിലാണ്.
അവിടെ നമ്മുടെ നേവൽ ഷിപ്സ് ഉണ്ട്. നമ്മുടെ നേവൽ ഷിപ്പ് ഇപ്പം വന്നില്ലേ 2 എണ്ണം, പിന്നെ ഇതാ 2 എണ്ണം പുറകെ വരുന്നു. അങ്ങനെ ഈ 4 ഷിപ്പിനെ നമ്മുടെ നേവൽ ഷിപ്പ് എസ്കോട്ട് ചെയ്ത്, ഡിസ്ട്രോയറാണ് എസ്കോട്ട് ചെയ്താണ് വരുന്നത്. ആ നമ്മുടെ ഷിപ്പിൽ നമ്മൾ ഇസ്രായേലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, US അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇറാന് നമ്മൾ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ ഷിപ്പ് ഞങ്ങൾ എസ്കോട്ട് ചെയ്ത് തരുന്നു. അതിലെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇറാൻ്റെ കാര്യം പൂട്ടും. 4ാമത്തെ കാര്യം, ഇവിടെ കുറച്ച് 80 സൈലേഴ്സും കൂടെ ഉണ്ട് കൊച്ചിയിൽ. 80 സൈലേഴ്സ്, അവരെ അറസ്റ്റ് ചെയ്യും. അവർ രാജ്യദ്രോഹ കുറ്റത്തിന് ആ കാർഗോ ഷിപ്പ് നമ്മൾ സീസ് ചെയ്യും. കളിച്ച കളിയാണ്. ഇന്ത്യയുടെ ഷിപ്പിൽ തൊടാൻ പറ്റില്ല. നമ്മൾ ഒരു ഹാഗ്ലിങ്ങിനും പോകേണ്ട കാര്യമില്ല. ഇറാന് അറിയാം, അഗാച്ചിയും എല്ലാം ഇവിടെ ഓടി വന്നതും ഇവിടുത്തെ ഇറാൻ അംബാസഡർ സംസാരിച്ചതും, ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ സംസാരിച്ചതുമെല്ലാം എല്ലാവരും കണ്ടതാണ്. തൊടാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാം പറയുന്നത് ഇപ്പം വിയറ്റ്നാമിനെതിരെ അമേരിക്ക യുദ്ധം ചെയ്തു, വിയറ്റ്നാം വാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇറാഖിനെതിരെ യുദ്ധം ചെയ്തു, ഇറാഖി വാർ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പം ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നു, ഇറാനെതിരെയുള്ള യുദ്ധം. നമ്മൾ അമേരിക്കയുടെ പേര് ആരും ചരിത്രകാരന്മാർ പോലും പരാമർശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ വിയറ്റ്നാം വാറിൽ അമേരിക്ക തോറ്റോടിയ കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു ചരിത്രമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അമേരിക്കയുടെ അപ്രമാദിത്വം നിഴലിക്കുന്നത് കൊണ്ടാണോ ഈ ചെറുകിട രാജ്യങ്ങളുടെ പേരിൽ ഈ യുദ്ധങ്ങൾ അറിയപ്പെടുന്നത്? അപ്പോൾ പിന്നെ ഇപ്പൊ ഈ യുദ്ധം, പിന്നെ ചന്തുനായരുടെ പോയിന്റ് എന്താ, എങ്ങനെ അറിയപ്പെടണോ? അല്ല, ഇറാൻ യുദ്ധം എന്നാണ് പറയുന്നത്. അല്ല, അമേരിക്കൻ യുദ്ധം അല്ലേ? അമേരിക്കയിലെ യുദ്ധം ചെയ്യുന്നത്, അമേരിക്കയുടെ പേര് പുറത്തു വരുന്നില്ല യുദ്ധത്തിൽ. അത് നമ്മുടെ മീഡിയ എഴുതി വെക്കുന്നതാണ് ഇറാൻ യുദ്ധം. അത് എന്തുകൊണ്ടെന്നാണ് ചോദ്യം. അത് മീഡിയക്കാരുടെ പോളിറ്റിക്സ്. അമേരിക്കൻ, ഇറാൻ, ഇസ്രായേൽ. അങ്ങ് നമ്മൾ വിയറ്റ്നാം യുദ്ധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വിയറ്റ്നാം യുദ്ധം അമേരിക്കയുടെ കാര്യം പറയുന്നില്ല, വിയറ്റ്നാം യുദ്ധം എന്ന് ആളുകൾ പറയുന്നുള്ളൂ. അതായത് അമേരിക്കയ്ക്ക് യുദ്ധം ചെയ്യാൻ അവകാശമുണ്ട്, മറ്റു രാജ്യങ്ങൾക്ക് അവകാശം ഇല്ല എന്നുള്ള രീതിയിലാണ് അങ്ങനെയുൾപ്പെടെയുള്ള മാധ്യമ നിരീക്ഷകരും ജിയോപൊളിറ്റിക്സുകാരും പറയുന്നത്. എന്റെ പൊന്ന് ചന്തു നായരെ, അത് ബയസ്ഡ് ആയിട്ടുള്ള, പൊളിറ്റിക്കലായിട്ട് ബയസ്ഡ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരും ഇവരും ഒക്കെ എഴുതി വെക്കുന്നതാണ്. അങ്ങനെയല്ലല്ലോ. ഇപ്പം നമ്മളെ പോലുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ ഫോറിൻ ചാനലോ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ വിയറ്റ്നാം, US വിയറ്റ്നാം വാർ, പിന്നെ നമ്മളെ ഇവിടുത്തെ സൗകര്യത്തിന് നമ്മളെല്ലാം, നിങ്ങളും ഞാനും എല്ലാം പത്രം വായിച്ച് വിയറ്റ്നാം അമേരിക്ക തോറ്റു, അതിന് സംശയമൊന്നുമില്ല. അത് നമ്മുടെ മീഡിയ എഴുതി വെക്കുന്നതിന് അതിന് അമേരിക്കക്കാരെന്താ പഴിച്ചു? അമേരിക്കൻ, ഇസ്രായേൽ, ജൂത, പെർഷ്യൻ, യാങ്കി യുദ്ധം തന്നെയാണ് വെളിയിലുള്ളതിൽ വരുന്നത്. അതിൽ ഒരു സംശയവും വേണ്ട. ശരി, ഈ യുദ്ധത്തിൽ വളരെ നിർണായകമായ ഒരു രാജ്യമുണ്ട്, സാറിന് ഒരുപക്ഷെ അറിയായിരിക്കും. ഇതിലൊന്നും പെടാത്തൊരു രാജ്യം, ചൈനയ്ക്കാണ് ഈ യുദ്ധം യഥാർത്ഥത്തിൽ മുറിവേൽപ്പിക്കുന്നത് എന്നൊരു വാചകം, എന്താണ് ഹിയർസേ എല്ലായിടത്തും ഉണ്ട്. കാരണം അമേരിക്ക ഇപ്പം ഇറാനെതിരെയല്ല യുദ്ധം ചെയ്യുന്നത് ചൈനയ്ക്കെതിരെയാണെന്നുള്ള ഒരു കിംവദന്തി പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? You have mentioned a pertinent point, very pertinent point, which no media has mentioned in their programs or discussions or in the print media or electronic media. You have brought out a beautiful point. You said it. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ട്രംപൊക്കെ നമ്മുടെ മുമ്പ് കിടന്നുണ്ട്, ഞാൻ കാനഡ പിടിക്കും, ഞാൻ ഗ്രീൻലാൻഡ് പിടിക്കും, ഇതെല്ലാം നമ്പറാണ്. അതിന് റെഡ് ഹെറിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ചുമ്മാ മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഈ ട്രംപ് ഇപ്പോൾ ഇത് ചെയ്തത് ചന്തു നായർ പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ് ഇറാൻ ഉണ്ട്, ഇറാന് പ്രശ്നമുണ്ട്, ഇറാൻ കൊണ്ട് ആ ട്രാപ്പിൽ വീണു. ഈ ചൈനയെ ഒതുക്കാൻ ട്രംപും, ഇസ്രായേലില്ല, ട്രംപ് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് എന്ന ബ്യൂട്ടിഫുൾ ഡിസൈനാണിത്. എങ്ങനെയെന്ന് കൂടെ ഞാൻ പറയാം. ഈ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ റെസിപ്പിയൻ്റാണ്. നമ്പർ 2 ഇന്ത്യ, നമ്പർ 1 ചൈനയാണ്. ഈ ഓയിൽ, ഇപ്പം നമുക്ക് ഓയിൽ ഇല്ലെങ്കിൽ നമ്മളെ കാര്യം തഞ്ചുന്നേരം ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇൻഡസ്ട്രീസ് ഫങ്ഷൻ ചെയ്യുമോ? എല്ലാം ഇൻഡസ്ട്രി മൊത്തം പാരലൈസ്ഡ് ആവില്ലേ? അപ്പോൾ ചൈനയ്ക്ക് ഓയിൽ കിട്ടിയില്ലെങ്കിൽ ചൈനയുടെ ഇൻഡസ്ട്രി മൊത്തം പാരലൈസ്ഡ് ആയിപ്പോൾ ദേ ആർ ദ നമ്പർ 1 എക്സ്പോർട്ടർ ഇൻ ദ വേൾഡ്. പക്ഷേ ഇപ്പോൾ അവർക്ക് യുവിന് വേണ്ട, അവരെ USA വേണ്ട. നേരത്തെ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ചൈന ഒതുക്കിയല്ലോ. ഇപ്പം ചൈനയ്ക്ക് ആകെ ആശ്വാസമുള്ള റഷ്യയും ഇന്ത്യയുമാണ്. ഇന്ത്യയുമായിട്ട് ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും
ഇന്ത്യയിലെ നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടറും എക്സ്പോർട്ടറും ഒക്കെ ചൈനയാണ്. അപ്പോൾ ആകെ ഉള്ള ഫ്രണ്ട് എന്ന് പറയുന്നത് ഇറാൻ, ഇന്ത്യ, റഷ്യ ആൻഡ് മിഡിൽ ഈസ്റ്റ്. എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ആവശ്യമുള്ള ഓയിലിൻ്റെ 65% ഓയിൽ വരുന്നത് ഇറാനിൽ നിന്നും നമ്മുടെ സെൻട്രൽ ഇവരുടെ GCC കൺട്രീസിൽ നിന്നാണ്. സൗദി ആൻഡ് അബുദാബി, ഖത്തറിൽ നിന്ന് ഗ്യാസ് റഷ്യയിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട് ഇപ്പം. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. അപ്പോൾ 65% ആണ്, ആലോചിക്കണം. ബാക്കിയുള്ള 35% ആണ് അവർ ഡൈവേഴ്സിഫൈ ചെയ്ത് വെനിസ്വലയിൽ നിന്ന് എടുക്കുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് എടുക്കുന്നുണ്ട്, റഷ്യയിൽ നിന്ന് എടുക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് 25% എടുക്കുന്നുണ്ട്. റഷ്യയിൽ നിന്ന് ലിമിറ്റഡ് ആണ്. കാരണം റഷ്യ എത്ര ഓയിൽ വേണമെങ്കിലും കൊടുക്കും, സന്തോഷമാണ്. പക്ഷെ ചൈനയ്ക്കും റഷ്യക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പസഫിക് ഡയറക്റ്റ് എന്ന് പറഞ്ഞ റൂട്ടിൽ വ്ളാഡിവോസ്റ്റോക്കിൽ നിന്ന് പിന്നെ ചൈനയുടെ ഒരു പോർട്ട്, ഞാൻ പേര് മറന്നുപോയി, ആ പോർട്ടിലേക്ക് 6 ദിവസം എടുക്കും. പിന്നെ ഒരു പൈപ്പ് ലൈനിൽ കൂടെ ഒന്നും വലിയ ഓയിലൊന്നും അധികം പോവില്ല. അപ്പോൾ റഷ്യ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് ഓയിൽ പെട്ടെന്ന് വരുന്നത്. 6 ദിവസം എടുക്കുള്ളൂ. ഷാങ്ഹായ് പോർട്ടാണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, കൊസ്മിനോ, KOZMINO, ചൈനയുടെ ആ കൊസ്മിനോ പോർട്ടിലേക്ക് വ്ളാഡിവോസ്റ്റോക്കിൽ നിന്നുണ്ട്. പക്ഷെ അത് ഒരു 20-25% ഒക്കെ ഉള്ളൂ ഓയിൽ, അത്രേ പറ്റുള്ളൂ. പിന്നെ പൈപ്പ് ലൈൻ ഉണ്ട്, എല്ലാം കൂടെ 25%. പക്ഷെ 65% 70% ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. പിന്നെ ഇറാനിൽ നിന്ന് വളരെ ചീപ്പാണ് ചൈനയ്ക്ക്. കഴിഞ്ഞ ഇറാനുമായിട്ട് ഡിഫൻസ് കരാർ ഒപ്പിട്ടിരിക്കുകയാണ് ചൈന. അപ്പൊ അങ്ങ് പറയുന്നത് ഈ യുദ്ധം നീണ്ടു നിന്നാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചൈനയായിരിക്കും, ഇന്ത്യ ഒട്ടും ബാധിക്കത്തുമില്ല. അല്ല, ചൈന ബാധിച്ച് കിടക്കുകയാണ്. അവർക്ക് ക്രൈസിസ് ഇതിലേക്ക് പോവേണ്. 45 ദിവസത്തേക്കുള്ള ബഫർ സ്റ്റോക്ക് അവരുടെ ഉള്ളൂ. അപ്പൊ ഈ ചൈനക്കത് മനസ്സിലായി. അതുകൊണ്ട് ചൈന തിരിച്ചു പണിയുന്നുണ്ട്. ചൈന ഇപ്പൊ ലേറ്റസ്റ്റ് ഇറാനോട്ട് ചേർന്നിട്ട് ചെയ്ത പരിപാടി എന്നറിയാം, ഈ അമേരിക്കയ്ക്ക് എതിരായിട്ട് ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, ഞങ്ങളുടെ ഹോർമിസ് സ്ട്രൈറ്റ് വഴി കൊണ്ടുപോകുന്ന കപ്പലുകളെ ഞങ്ങൾ ഓക്കെ ചെയ്യും. ഇറാൻ പറഞ്ഞു, പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് യുവാനിൽ പേ ചെയ്താൽ മതി എന്ന്. അതായത് ഡീ ഡോളറൈസേഷനാണ്, അമേരിക്കയ്ക്ക് അടിയാണ്. അപ്പൊ റഷ്യ യുവാനിലാണ് ഓയിൽ കച്ചവടം നടത്തുന്നത്, ഈ ചൈനയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ പക്ഷെ ജപ്പാൻ, സൗത്ത് കൊറിയ, ഇന്ത്യ തുടങ്ങിയ രാഷ്ട്രങ്ങൾ നമ്മളെ ഈ ഇറാനുമായിട്ട് യുവാനിൽ വന്നിട്ടില്ല. അപ്പൊ യുവാനിൽ ആരാണോ പേ ചെയ്യുന്നത്, അമേരിക്കൻ ഡോളർ അല്ല, യുവാനിൽ പേ ചെയ്യുന്നവർക്ക് കടത്തിവിടാമെന്ന്. അപ്പൊ ചൈനയും അമേരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും പാരവയ്ക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ചൈന പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇൻ അഡീഷൻ ടു ദിസ് ചൈനയിൽ ഭയങ്കരമായ ആഭ്യന്തര പ്രശ്നമാണ്. അവിടുത്തെ PLA എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ ഗാർഡ്സ് പോലുള്ള PLAയുടെ കൺട്രോള് ഷീ ജിൻപിങ്ങിനില്ല, പോയി. ഷീ ജിൻപിങ് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. സാങ് എന്ന് പറഞ്ഞ സീനിയർ പോളിറ്റ് ബ്യൂറോ മെമ്പറെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഹെഡാണ് 2 മാസം മുമ്പ് ചെയ്യാൻ പറഞ്ഞു. PLA വിസമ്മതിച്ചു. ഇമാജിൻ, ഷീ ജിൻപിങ് പറഞ്ഞിട്ട് ഇവർ പോയി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബെയ്ജിങ്ങിന്റെ കൺട്രോള് ആർക്കാണോ, അതായത് ബെയ്ജിങ്ങിന്റെ കൺട്രോള് PLAക്കാണ്. ആ PLAയുടെ കൺട്രോള് ആർക്കാണോ അവരാണ് സർവൈവ് ചെയ്യാൻ വേണം. ഇപ്പൊ സാങ്ങിന്റെ കയ്യിലാണ് PLAയുടെ കൺട്രോൾ. അപ്പൊ ചൈനയിൽ ഭയങ്കര ആഭ്യന്തര പ്രശ്നമാണ്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൈനയുടെ പത്രമുണ്ട്, ഞാൻ ഇതൊക്കെ നോക്കാറുണ്ട്. എൻ്റെ ചന്ദ്രനേരെ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇറാൻ അമേരിക്ക യുദ്ധം അവരുടെ ഹെഡ്ലൈനിലില്ല. അവർ ട്രംപിന്റെ വിസിറ്റുമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെപ്പറ്റിയൊക്കെയാണ്. എന്നിട്ട് മൂലയിൽ നമ്മുടെ ചില പത്രങ്ങളിൽ കാണുന്നില്ല, മൂലയിലാണ് ഇറാൻ. അതിങ്ങ് ട്രംപ് കണ്ടു. ട്രംപ് ഇപ്പൊ വേറൊരു അടിയും കൂടെ കൊടുത്തു മെനഞ്ഞാന്ന്. ട്രംപ് പറഞ്ഞ് മാർച്ച് 31 പക്ഷേ എനിക്ക് ഇവിടെ ഭയങ്കര തിരക്കാണ്, ഞാൻ അത് ഡിലേ ചെയ്യുന്നു. അതായത് ചൈന സമ്മർദ്ദത്തിലാക്കിയാണ്. അപ്പൊ ചൈനയാണ് പെട്ടത്, ഇറാനല്ല. ഇറാന് നാശമുണ്ടായി. നമുക്ക് ഈ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചോദ്യം കൂടെ ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഈ യുദ്ധം ഇനി എത്ര നാൾ കൂടി പോകും? അത് ഒരു 3ാം ലോക മഹായുദ്ധമായിട്ട് പരിണമിക്കാനുള്ള സാധ്യതകൾ വല്ലതും ഉണ്ടോ? അതല്ല, ഇത് ഇറാൻ അടിയറവ് പറഞ്ഞ് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഗവൺമെൻറ് ഇറാനിൽ വരാനുള്ള സാധ്യതകളുണ്ടോ? ഇസ്രായേലും അമേരിക്കയും കൂടെ ചേർന്ന് ഇറാനെ ഭരിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരുമോ? എന്താണ് അങ്ങയുടെ ഒരു വിലയിരുത്തൽ? ഞാൻ 1 by 1 ആയിട്ട് പറയാം. 1, 2, 3, 4 എന്ന്. ഉടനെ സംഭവിക്കാൻ പോകുന്നത് മൾട്ടിനാഷണൽ ഫോഴ്സിനെ വെച്ചിട്ട്
UN സെക്യൂരിറ്റി കൗൺസിലിൽ പാസ്സാക്കി അവിടെ മൾട്ടിനാഷണൽ ഫോഴ്സിനെ അയച്ച് അപ്പോൾ ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ടായി. അത് ദാറ്റ് ഈസ് ദ നമ്പർ 1 ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ. നമ്പർ 2, കാർഗ് ഐലൻഡ് വഴി അമേരിക്കയുടെയോ മൾട്ടിനാഷണൽ ഫോഴ്സോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഫോഴ്സ് അവിടെ കയറും. കരയുദ്ധം. അത് യുദ്ധത്തിന് അവർ വേണമെങ്കിൽ അത്യാവശ്യം 2-3 വെടിവെക്കുമായിരിക്കും. ഇവരുടെ മുമ്പൊന്നും പിടിച്ചു നിൽക്കാൻ ഒക്കില്ല. പിന്നെ അവർ തോക്കല്ലല്ലോ ഉപയോഗിക്കുന്നത്. വെനിസ്വലയിലെ 180 സോൾജേഴ്സ് മഡോറയുടെ ചുറ്റിനുണ്ടായിരുന്നു. ആരും ഒരു വെടി പോലും ഏറ്റിട്ടില്ല. ഡിസ്കോം കോമ്പുലേറ്റർ എന്ന് പറഞ്ഞ ഒരു ഗണ്ണാണ്. അത് പുതിയ ലേറ്റസ്റ്റ് ആണ്, വേറെ റഷ്യയുടെ പോലും ഇല്ല. അപ്പോൾ ആ സാധനം വെച്ച് അതിൻ്റെ പ്രത്യേകത അത് വെടിവെച്ചെന്ന് കഴിഞ്ഞാൽ റേഡിയോ മാഗ്നറ്റിക് ഇലക്ട്രിക് പൾസാണ് പോകുന്നത്. അപ്പം ബ്ലീഡ് ചെയ്യും, മൂക്കിക്കൂടെ കൊളാപ്സ് ചെയ്യും, സോൾജേഴ്സൊക്കെ തറയിൽ വീഴും. അത് ശബ്ദമൊന്നുമില്ല, വെടിയുണ്ടയില്ല. അപ്പൊ അതാണ് അവിടെ പ്രയോഗിച്ചത്. അതാണ് എല്ലാവരും അതിശയിച്ചത്. അയ്യോ അവിടെ ഇതില്ല, ബ്ലഡ് ഇല്ല, ഒന്നുമില്ല, ഇയാളെ പിടിച്ചു കെട്ടി അങ്ങ് കൊണ്ടുപോയി മഡൂറെ. അതേപോലെ അവരുടെ കയ്യിൽ അങ്ങനത്തെ വെപ്പൺസ് ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് US ഡിഫൻസ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 2017 USA പോയപ്പോൾ എൻ്റെ അടുത്ത് ആ ബന്ധു പറഞ്ഞത്, അയാൾ ഇവിടുന്ന് ISR റിസൈൻ ചെയ്ത് വളരെ ചെറുപ്പത്തിലപ്പോയിരുന്നു. അയാൾ പറയുന്നത്, നമ്മളാരും കേട്ടിട്ടില്ലാത്ത തരം ആയുധങ്ങൾ ഈ റഷ്യയുടെ കയ്യിലും അമേരിക്കയുടെ കയ്യിലും ഉണ്ട്. ഇന്ന് അവരെ കേട്ടിട്ടില്ല എന്തോന്നൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള ആയുധങ്ങളുമായിട്ടാണ് ഇസ്രായേലും ഈ USA അങ്ങോട്ട് കയറുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് നമ്പർ 2, ഗ്രൗണ്ട് ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട്. നമ്പർ 2. നമ്പർ 3, ചന്തു നായർ പറഞ്ഞ പോലെ അവർക്ക് അമേരിക്കയ്ക്ക് അനുകൂലമായ ഗവൺമെൻറ് പ്രോപ്പപ്പ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. പക്ഷേ അവർ വന്നാലും പൽഹൽവി ഒന്നും അല്ല വരുന്നത്, പെഷാഷ്കിനോ അഗാച്ചിയോ വിദേശകാര്യമന്ത്രി, അദ്ദേഹം അമേരിക്ക ആക്കാൻ സാധ്യത വളരെ കുറവാണ്. അതാണ് നിലവിലെ വിദേശകാര്യമന്ത്രിയാണ്. അതൊക്കെ തന്നെ എപ്പോഴും ഇറാനിലെ ഇതുപോലുള്ള ആളുകളെല്ലാം കൺവെർട്ട് ചെയ്ത് ഇറാനിലെ പറ്റുള്ളൂ. പുരോഗമനവാദികൾ ആവശ്യപ്പെടുന്നത് ഈ ഗവൺമെന്റ് മാറണമെന്ന് തന്നെയാണ്. അതെ, മോഡറേറ്റ്സ് ആണ്. ഈ അഗാച്ചിയും പെഷാഷ്കിനും മോഡറേറ്റ്സ് ആണ്. ഇവർ രണ്ടുപേരും അവരുടെ നിയന്ത്രണത്തിൽ, ഈ പുരോഗമനവാദികളുടെ നിയന്ത്രണത്തിൽ ഒരു ഗവൺമെന്റ് എത്ര കാലം കൂടെ വേണ്ടി വരും? അത് എൻ്റെ ഇപ്പോഴത്തെ അനാലിസിസ് അനുസരിച്ച് നമ്മുടെ ഈ ഗോൾ പോസ്റ്റ് ട്രംപ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിനകത്തുള്ളൊരു വിഷയം. അങ്ങേരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് ഇത്രയേ ഉള്ളൂ, ഈ വാർ മാക്സിമം ഡിലേ ചെയ്യിച്ച് ഒരു തുള്ളി എണ്ണ റഷ്യയുടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, റഷ്യയുടെ അമേരിക്കയുടെ അല്ലാതെ വേറെ ആരുടെ എണ്ണയും വാങ്ങാൻ പാടില്ല എന്നുള്ള ഇതിന് അവർ എങ്ങനെ വാർ നീട്ടിക്കൊണ്ടു. എന്നിരുന്നാലും എനിക്ക് ഒരു നല്ലൊരു വിശ്വാസമുണ്ട്. ഐ ആം വെരി ഓപ്റ്റിമിസ്റ്റിക് ദാറ്റ് വിത്തിൻ ദ നെക്സ്റ്റ് 30 days ഒന്നീ ഗ്രൗണ്ട് ഫോഴ്സ് അവിടെ ഇറങ്ങും, ഇല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടാവും. ഭരണമാറ്റത്തിൽ ചിലപ്പോൾ അവർ വലുതായിട്ട് കടുംപിടുത്തല്ല, ഈ തലക്കെട്ടാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ പറഞ്ഞ കേട്ടാൽ മതി എന്നുള്ള ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 30 days, അതിൽ കൂടുതൽ ഇത് പോവില്ല. കാരണം ഞാൻ ഇവിടുന്ന് വലിയ പ്രശ്നമുണ്ട്. ഈ ഗൾഫ് സ്റ്റേറ്റ്സ് അവർക്ക് പൈസ ഇല്ല, അവർക്ക് ഒരു തുള്ളി എണ്ണ കയറ്റി അയക്കാൻ നിവർത്തിയില്ല. ഈ ദുബായിൽ കംപ്ലീറ്റ് ആക്രമിച്ച് ഫുജറ ഒക്കെ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഫുജറയിൽ നിന്നാണ് UAE ഓയിൽ കയറ്റിയിരുന്നത്, അത് നശിപ്പിച്ചു. അപ്പോൾ ചന്തു നേരെ നിങ്ങൾ ദുബായിൽ പോയിട്ടുണ്ടല്ലോ, നമുക്ക് സാധനം വാങ്ങിക്കണ്ടേ? അവിടെ പോയ സാധനം വേണ്ടേ? കൺസ്യൂമർ കൺട്രിയാണ്. അതെ, കൺസ്യൂമർ കൺട്രിയാണ്. ഒന്നുമില്ല, ഒന്നും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അവരുടെ നിന്ന് പ്രഷർ വരും, ഭയങ്കര പ്രഷർ USA വരും. അപ്പോൾ പിന്നെ ഇസ്രായേലിനും ഇതൊന്നും നിർത്തിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അവർക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു 30 ദിവസത്തിൽ കൂടുതൽ പോകുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. തീർച്ചയായും ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഈ അധിനിവേശം, ഈ ആക്രമണം കഴിയുന്നത്ര വേഗത്തിൽ തീർന്നാൽ മാത്രമേ ലോകത്ത് സമാധാനം നിലനിൽക്കുള്ളൂ എന്നുള്ളതൊരു കാര്യം. 1. 2, വ്യാവസായിക ലോകത്ത് ഉണ്ടായിട്ടുള്ള ബഹിസ്ഫോരണങ്ങൾ അത് അവസാനിക്കണമെങ്കിൽ, അനിശ്ചിതത്വം അവസാനിക്കണമെങ്കിൽ ഈ യുദ്ധം തീരണം. നാം ഇന്ത്യയിലുള്ളവരും അതേ ലോകത്തുള്ള നാനാകോണിലുള്ളവരും ഈ യുദ്ധം തീരണമെന്നുള്ള ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ്. കഴിയുന്നത്ര വേഗം യുദ്ധം തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.